Assalamu alaikum. So in our last class we were studying about the chapter Sun, the ultimate source, and in that we were discussing about the factors influencing the distribution of temperature. Temperature distribution influence ചെയ്യുന്ന ഫാക്ടറിനെ കുറിച്ചാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. അതിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ലാറ്റിറ്റ്യൂഡ് ആയിരുന്നു. ലാറ്റിറ്റ്യൂഡിൽ ഇക്വേറ്റർ 0 ഡിഗ്രിയും ബാക്കിയുള്ള ലാറ്റിറ്റ്യൂഡിൻ്റെ മെഷർമെൻറ്റ്സും എല്ലാം പറഞ്ഞു. അതേപോലെ സ്ലാൻഡിങ് റേസ് ആണെങ്കിൽ ഹൗ ദ ടെമ്പറേച്ചർ വിൽ ബി, ആൻഡ് ഇഫ് ദേ ആർ ഗെറ്റിംഗ് ദ ഡയറക്റ്റ് റേസ് ഓഫ് ദ സൺ ഹൗ ദ ടെമ്പറേച്ചർ വിൽ ബി. ഐ ഹാവ് ടോൾഡ് യു. And today we will be discussing about the remaining factors that influence the distribution of temperature. Temperature distribution influence ചെയ്യുന്ന remaining factors നെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. The second one is altitude. Altitude is the height from the sea level ഉള്ള ഹൈറ്റ്. ഇപ്പോൾ ഒരു പ്ലേസിനെ നമ്മൾ സീ ലെവലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ പ്ലേസ് ആ സീ ലെവലിൽ നിന്നും എത്ര ഹൈറ്റിലാണ് ഉള്ളതെന്നുള്ളതാണ് എന്തിൽ വരുന്നത്, ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. വി നോ ലൈക്ക് ദ ടേം ആൾട്ടിറ്റ്യൂഡ് മീൻസ് height, right? So what is the height actually? Height means the height from the sea level. ആ പ്ലേസിനെ സീ ലെവലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള ആ പ്ലേസിൻ്റെ ഹൈറ്റ് ആണ് എന്തിൽ വരുന്നത്, ആൾട്ടിറ്റ്യൂഡിൽ വരുന്നത്. സോ ദ വേർഡ് മീനിങ് ഓഫ് ആൾട്ടിറ്റ്യൂഡ് ഈസ് ഹൈറ്റ്, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ലൈക്ക് എ ഫാക്ടർ ദറ്റ് ഇൻഫ്ലുവൻസ് ദി distribution of temperature, altitude means the height from sea level എന്നുള്ള height. And what happens, places high from the sea level cool. എന്താണ്, ഇപ്പോൾ സീ ലെവലിൽ നിന്നും ഹൈ ആയിട്ട് നിൽക്കുന്ന പ്ലേസസ് ആണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ മൗണ്ടൻ റേഞ്ചസ് പോലുള്ള പ്ലേസസ് ആകുമ്പോൾ അതെങ്ങനെയായിരിക്കും, സീ ലെവലിൽ നിന്നും ഹൈറ്റ് കൂടുതലായിരിക്കും. ആൻഡ് സച്ച് പ്ലേസസ് വിൽ ബി റിസീവിങ് ലെസ് ടെമ്പറേച്ചർ ആൻഡ് വി കൺസിഡർ ഇറ്റ് ആസ് cool places. So altitude means the height from sea level, and places high from the sea level might be having the climate that is cool climate, which means they are receiving less temperature or low temperature. The next factor is nearness of ocean. ഓഷ്യൻ്റെ നിയർനെസ് ആണ് അടുത്ത ഫാക്ടർ എന്തിൻ്റെ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. ഫാർ ഫ്രം ദ സീ ടെമ്പറേച്ചർ ഈസ് ഹൈ ഇഫ് ദ പ്ലേസ് ഓഫ് ദ ഇഫ് ദ പർട്ടിക്കുലർ പ്ലേസ് ഈസ് far from the sea or the ocean, that place will be receiving higher temperature or heat, and places will be hot. And near to the sea, and if the place is near to the sea, they will be getting low temperature. ഇപ്പോൾ സീയിൽ നിന്നും ദൂരോട്ടാണെങ്കിൽ ഹൈ ടെമ്പറേച്ചറും സീന് അടുത്തായിട്ട് വരുന്നെങ്കിൽ low temperature ആയിരിക്കും. And what is the reason for these two things? That is a change in the temperature, like nearness, and if it is far away, why the temperature changes. What are the reason is, heating of land causes wind to blow from sea to land. അതായത് ലാൻഡ് ഹീറ്റ് ആവും. അതിപ്പോൾ നിയർനെസ് സീന്ന് ദൂരോട്ടാണെങ്കിൽ ലാൻഡ് ഒബ്വിയസ്ലി എങ്ങനെ ആയിരിക്കും, ഹീറ്റ് ആവും. ആൻഡ് ദ heating of the land, what will happen, the direction of the wind also changes. When the land is getting heated, the direction of the wind changes as it blows from sea to land. സീയിൽ നിന്നും ലാൻഡിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, വിൻഡിൻ്റെ ഡയറക്ഷൻ വരുന്നത്. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് വേ, ദാറ്റ് ഈസ് കൂളിംഗ് ലാൻഡ്, വിൻഡ് ഫ്രം ലാൻഡ് ടു സീ, ലാൻഡിൽ നിന്നും സീയിലോട്ട് പോകുമ്പോൾ അതെങ്ങനെയായിരിക്കും, കൂൾ ബ്രീസ് ആയിരിക്കും, അല്ലെങ്കിൽ കൂൾ വിൻഡ് ആയിരിക്കും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഈ ടെമ്പറേച്ചറിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ നിയർനെസ് ഓഫ് ദി ഓഷ്യൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് ഫാക്ടർ വാസ് ദ ലാറ്റിറ്റ്യൂഡ്, സെക്കൻഡ് ഫാക്ടർ ഈസ് ആൾട്ടിറ്റ്യൂഡ്, ദാറ്റ് ഈസ് എ ഹൈറ്റ് ഫ്രം ദ സീ ലെവൽ. തേർഡ് വൺ ഈസ് നിയർനെസ് ഓഫ് ഓഷ്യൻ, ഫാർ ഫ്രം ദ സീ temperature will be high, near to the sea temperature will be low. And what are the reason, that is heating of land causes wind to blow from sea to land. ഇപ്പോൾ ലാൻഡ് ആണ് ചൂടായിട്ടുള്ളതെങ്കിൽ വിൻഡ് എന്ത് ചെയ്യും, സീ ടു ലാൻഡ് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അതേപോലെ ഇപ്പോൾ കൂളിംഗ് ആണെങ്കിലോ, അവിടെയാണെങ്കിൽ ലാൻഡിൽ നിന്നും സീൻ്റെ ഡയറക്ഷനിലായിരിക്കും വിൻഡ് ഫ്ലോ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് എ റീസൺ വൈ ദ പ്ലേസ് വിച്ച് ആർ ഫാർ ഫ്രം ദ സീ വിൽ ബി ഗെറ്റിംഗ് ഹൈ ടെമ്പറേച്ചർ, ആൻഡ് ദ പ്ലേസ് വിച്ച് ആർ നിയർ ടു ദ സീ വിൽ ബി ഗെറ്റിംഗ് low temperature. And the next factor is wind. So the direction of the wind is another factor. That is, this wind means it depends totally on the cool winds.
കൂൾ വിൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് എന്ത് വരുന്നത്, ഇതിൻ്റെ വിൻഡ് എന്നുള്ള ഒരു ഫാക്ടർ വരുന്നത്. അതായത് ഇപ്പോൾ ഒരു ടെമ്പറേച്ചർ റൈസ് ചെയ്യാനും ആ ടെമ്പറേച്ചർ ലോ ചെയ്യാനുള്ള എന്താണ് റീസൺ എന്ന് പറഞ്ഞാൽ വിൻഡിൻ്റെ, അതായത് ഈ പറയുന്ന കൂൾ വിൻഡാണ് എന്തെന്ന് ഈ ടെമ്പറേച്ചർ റൈസ് ചെയ്യാനാണെങ്കിലും ലോ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഇപ്പോൾ വിൻഡ് കൂൾ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ടെമ്പറേച്ചർ റൈസ് ആവും, കൂൾ ആണെങ്കിൽ ടെമ്പറേച്ചർ ലോ ആവും. So the first factor was the latitude, second one is altitude, third one is nearness of ocean, and the fourth one is wind. And you have to study the reason which I have stated in the case of nearness of ocean. ഓഷൻ്റെ നിയർനെസ്സിന് വരുന്നതിൻ്റെ കാരണം എന്താണ്, റീസൺ എന്താണെന്നുള്ളതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. and that is very important. And the next one is global distribution of temperature. So we are talking about the distribution of temperature, and in the last class I have discussed about a term that is isotherm. So what is isotherm? In maps to show the temperature of different places we use imaginary lines. Imaginary lines ഒക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാപ്പിൽ ഓരോ പ്ലേസസിൻ്റെ ടെമ്പറേച്ചർ ഒക്കെ നമ്മൾ നോട്ട് ചെയ്യുന്നത്. ആൻഡ് ഡ്യൂറിങ് ദാറ്റ് ടൈം സംടൈംസ് there will be a connection with the temperature of different places, and such places or such a connection or the linking of the lines are known as isotherms. അങ്ങനെ വരുന്ന കണക്റ്റിംഗ് ലൈൻസിനെ, ഇമാജിനറി കണക്റ്റിംഗ് ലൈൻസിനാണ് എന്തെന്ന് പറയുന്നത്, isotherms എന്ന് പറയുന്നത്. ആൻഡ് ദിസ് isotherms might be having bends or curves. എന്താണ്, ബെൻഡ് ചെയ്യും, കർവ് ചെയ്തൊക്കെ കാണിക്കും. അതെന്തുകൊണ്ടാണ്, ദിസ് ഈസ് ഡ്യൂ ടു ദി ഡിഫറൻസ് ഇൻ ദി ടെമ്പറേച്ചർ ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ. ലാൻഡും വാട്ടറും തമ്മിൽ വരുന്ന ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് കാണിക്കാനാണ് എന്ത് ചെയ്യുന്നത്, ഐസോതേംസിനെ ബെൻഡ് ചെയ്യുകയും കർവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. So that is the distribution of temperature. To show the distribution of temperature in different places, എന്താണ് അങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്ലേസിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കൺട്രിയുടെ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിൽ വരുന്ന ടെമ്പറേച്ചറിൻ്റെ ഇത് കാണിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലക്ച്വേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ദേ യൂസ് ദി ഇമാജിനറി ലൈൻസ് for showing the difference in temperature, and sometimes the imaginary lines might get linked to the another line of a different place. എന്താണ്, വേറൊരു പ്ലേസിൻ്റെ ടെമ്പറേച്ചർ കാണിക്കുന്ന ഇമാജിനറി ലൈനുമായിട്ട് ലിങ്ക് ചെയ്ത് വരുമ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഐസോതേംസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഐസോതേംസ് മൈറ്റ് ബി ഹാവിങ് ബെൻഡ്സ് ഓർ കർവ്. എന്ത് ചെയ്യും, ബെൻഡ് അല്ലെങ്കിൽ കർവ് ചെയ്താണ് ഐസോതേംസ് കാണപ്പെടുന്നത്. ആൻഡ് ദാറ്റ് കർവ് ഓർ ബെൻഡ് ഷോസ് ദി ഡിഫറൻസ് ഇൻ ദ ടെമ്പറേച്ചർ ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ. ലാൻഡിൻ്റെയും വാട്ടറിലും വരുന്ന ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഐസോതേമിനെ എന്ത് ചെയ്യുന്നത്, ബെൻഡ് ചെയ്യുകയും കർവ് ചെയ്യുകയും ചെയ്യുന്നത്. ആൻഡ് atmospheric phenomena such as cloud, wind and precipitation. So what is the term precipitation? ഞാൻ പറഞ്ഞു, ഒരു അറ്റ്മോസ്ഫിയറിക് ഫിനോമിനയാണ് ഈ പറയുന്ന പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. പ്രസിപ്പിറ്റേഷൻ മീൻസ് ഇറ്റ് ഈസ് റെയിനിന് കൊടുക്കുന്ന വേറൊരു ടേമാണ് ഈ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ അറ്റ്മോസ്ഫിയറിക് ഫിനോമിനസിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്താണ്, വാട്ടർ കണ്ടന്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. അതർവൈസ് വി ക്യാൻ ടേം ഇറ്റ് ആസ് ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ടർ കണ്ടന്റ് ഓഫ് എ പെർട്ടിക്കുലർ പ്ലേസ് അല്ലെങ്കിൽ ദ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദ അറ്റ്മോസ്ഫിയറിനെയാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അതായത് നാച്ചുറൽ ഫിനോമിനാസ് ആയ വിൻഡ്, ക്ലൗഡ്, പ്രസിപ്പിറ്റേഷനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു റീസൺ ആണ് എന്തെന്ന് പറയുന്നത്, ഹ്യൂമിഡിറ്റി. സോ അക്കോർഡിംഗ് ടു ദ ഹ്യൂമിഡിറ്റി the places will be getting rain, wind and so on. That is the global distribution of temperature. So in today's class I have discussed the remaining factors that influence the temperature, distribution of a temperature of different places. First one was latitude, and then altitude, nearness of sea, and
height from the sea level and winds. Later, global distribution of temperature and why isotherms are showing curves and bends. എന്തുകൊണ്ടാണ് isotherm curve ബെൻഡും കാണിക്കുന്നത്? It shows the difference in the temperature of land and water. ലാൻഡിൻ്റെയും വാട്ടറിൻ്റെയും ടെമ്പറേച്ചറിൽ വരുന്ന ഡിഫറൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? isotherms ബെൻഡ് അല്ലെങ്കിൽ കർവിങ് കാണിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു.